കൊറേ അഞ്ഞാനുണ്ട്. അഞ്ഞാനോ എനിക്ക് കറുത്ത ചേട്ടൊക്കെ മാറ്റാപ്പേര് കുട്ടിയുടെ. ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 31-ാം തീയതിയാണ്, നാളെ ന്യൂ ഇയർ ആണ്. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കുക. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആകെ തിരക്കിലായിരുന്നു, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നാണ് നമ്മൾ വീട്ടിലെത്തി ഒന്ന് മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്കാന്ന് വെച്ചത്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ന്യൂ ഇയർ പോകണം. ന്യൂ ഇയർ നമ്മൾ വേറെ ആരുടെ കൂടെയല്ല, ബോച്ചയുടെ കൂടെയാണ് ഈ പ്രാവശ്യം ന്യൂ ഇയർ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വേറെ പ്ലാനിങ് ഒക്കെ ആയിരുന്നു നമ്മളെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്, ഫാമിലി ആയിട്ട്. അപ്പൊ അതെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശോഭയില് സിനിമയ്ക്ക് പോയപ്പോ ബോച്ച അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ബോച്ചാണ് ന്യൂ ഇയറിന് എന്തായാലും അതിന് മുന്നേ നമ്മളോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനിച്ചു. ബോച്ച പറഞ്ഞപ്പോ അതിന് വേറെ ബാക്കില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഈ പ്രാവശ്യം ന്യൂ ഇയറിന് ബോച്ചയുടെ കൂടെയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു. ടിക്കറ്റൊക്കെ തോന്നുന്നു കേട്ടോ, എനിക്ക് വലിയ ഇതറിയില്ലായിരുന്നു. പക്ഷെ ടിക്കറ്റാണ് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഈ കാലഘട്ടങ്ങളൊക്കെ മറന്ന് പുതിയൊരു വർഷം അടിപൊളിയായിട്ട് എല്ലാവരും അടിപൊളിയാക്കുക. എല്ലാം കൊണ്ട് ഈ വർഷം പെട്ടായിരുന്നു. നമുക്കല്ല, നമ്മളെ പേഴ്സണൽ ലൈഫിലല്ല, ബാക്കിയുള്ള ന്യൂസുകളും മരണങ്ങളും കാരണങ്ങളൊക്കെ കുറേ ഒന്നും അറിയാത്തവരും എന്താ പറയാ കുറേ പേര് മരിച്ചു. അപ്പോൾ എല്ലാരും കെയർ ചെയ്യാ. എന്താ സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കാനും പേടിയാ, പുറത്തു പോകാനും പേടിയായ അവസ്ഥയായി അവിടേക്ക്. അതൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് ഓക്കെ ആവണമെന്നുണ്ട്. എല്ലാരും ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ട് ഒരാൾക്കൊന്നും പറ്റാതിരിക്കട്ടെ. അപ്പോൾ എല്ലാരും സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ പുറത്തേക്ക്. ആദ്യം നാളത്തെ വീഡിയോ ഷെബി ഉറക്കം വന്നോണ്ടിരിക്കും, ഉറക്കം വരുമ്പോ വണ്ടി ഓടിക്കരുത് പറഞ്ഞു. പക്ഷെ ഇവന് ഞാൻ എപ്പോഴും എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ വണ്ടി സൈഡാക്കും. അത് എത്ര വലിയ ലോങ് ആണെങ്കിലും വർക്കാണെങ്കിലും ടൈം കൺട്രോൾ ചെയ്തിട്ടാണ് വർക്ക്. കാരണം ഞങ്ങള് ഒരിക്കലും റിസ്ക് എടുത്ത് ഞാൻ പോവാറില്ല. കാരണം എനിക്കൊരു മോളുണ്ട് എന്നുള്ള ബോധത്തിൽ തന്നെ ഞാൻ പോവാറ്. ഞാൻ പൊന്നു ഇറങ്ങുമ്പോഴും പലപ്പോഴും ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അവള് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ഒരു ടൈം കണ്ടിട്ടാണ് നമ്മൾ ബ്രൈഡ്സിനോടും കാര്യങ്ങളൊക്കെ പറയാ, നമ്മൾ എത്തുന്ന ടൈമും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ് ചെയ്യും. ഇല്ലാതെ എനിക്ക് അവിടെ ഓടിച്ചു തന്നിട്ട് ഞാൻ ചെയ്ത് തീർക്കൊന്നുമില്ല. കാരണം നമ്മുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ലോങ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അച്ഛനമ്മയും പറയും, നിനക്ക് ഉറക്കം വരണ്ടെങ്കിൽ ഉറങ്ങി. ഞാൻ അവരോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഉറക്കം വരേണ്ടതെന്ന് എൻ്റെ ഇത് എപ്പോഴാണ് എനിക്ക് ഉറങ്ങണം തോന്നി ഞാൻ സ്പോട്ടിൽ വണ്ടി നിർത്തും. എനിക്കൊരു എന്താ പറയാ, ഇനി ഞാൻ ഓടിച്ച് ശരിയല്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ നിർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രണ്ടാമത് അതിൻ്റെ മുകളിൽ റിസ്ക് എടുക്കില്ല. കാരണം എനിക്ക് അങ്ങനെ റിസ്ക് എടുത്തിട്ട് ഒരു ഇതും എനിക്ക് കിട്ടാനില്ല. ആ ഒരു 5 മിനിറ്റ് കണ്ണുറന്ന് ഇങ്ങനെ പിടിച്ച് ഉറക്കം വന്നിട്ട് അതൊരു ശാശ്വതമല്ല. എപ്പോഴും അവന് ഉറക്കം വന്ന് ഞാൻ വണ്ടി നിർത്തിയിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ല കണ്ണടഞ്ഞു കൊണ്ട ഒരു സിറ്റുവേഷൻ ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. അവന് ചിലപ്പോ അതിന് ഉറക്കം വരില്ല, കാരണം ഇപ്പൊ വീട്ടിലാണ് വല്ല സിനിമ കണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാന് പിന്നെ ഇത്ര ലോങ് ഒക്കെ പോകുമ്പോ ഞാൻ നന്നായിട്ട് റെസ്റ്റ് ചെയ്യും. കാരണം ഞാൻ നന്നായിട്ട് ഉറങ്ങി തീർക്കും. എനിക്ക് അറിയാലോ ഇങ്ങനെ ഡ്രൈവ്. സാധാരണ ഉറങ്ങുമ്പോ ഞാൻ ശല്യം ചെയ്യട്ടാ എഴുന്നേക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ ശല്യം ചെയ്യാറില്ല. ഇവന് എത്രത്തോളം ഉറങ്ങണം അത്രത്തോളം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ്. ചിലപ്പോ ഞാൻ വീഡിയോ എടുത്തോടെങ്കിൽ ഫോൺ ഓഫ് ആയിട്ടാ, അതാണ് ഇടയിലും കട്ടായത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഫോൺ കുത്തിക്കേണ്ടി വരുന്ന വഴിയിലാണ് അപ്പ എന്നുള്ളൊരു വിളി കേട്ടത്. എഴുന്നേറ്റിട്ട് മൂപ്പര കയ്യിൽ ആദ്യം എന്റെ ഫോണേ ചെരുപ്പാട്ടാ. ഈ ചെരുപ്പിട്ട് ചവിട്ടിലുണ്ട്, അതാണ് സഹിക്കാൻ വയ്യാത്തത്. ചെരുപ്പിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെരുപ്പ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മഞ്ഞ. ഹായ്. നാളോട്ട് പുതിയ വർഷം തുടങ്ങാണ്. നന്നാവാൻ പ്ലാൻ ഉണ്ടാ? സുന്ദരി പെണ്ണുണ്ട്. അങ്ങോട്ട് നോക്കിയേ, അവിടെ ചോദിക്കേ, ഇങ്ങോട്ട് നോക്കിയേ. എന്താ അപ്പക്കണാ? അപ്പഴത്തിന് അപ്പക്കില്ലേ? അജു എന്താ തുമ്മ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പച്ചു മൂത്ത എന്റെ സ്വത്ത അല്ലേ? അപ്പൊ സ്വത്തല്ലേ? അപ്പൊ അമ്മ പോയിട്ട് പാപ്പ ഉണ്ടാക്കിട്ട് വരെ. ഓക്കെ ഓക്കെ
ഓക്കെ പറയും നമ്മളെ കാത്തുമ്പോ പാട്ട് പാടും കേട്ടാ. എങ്ങനെ കാത്തു പാടുക? പാട്. ഒക്കത്തുനിന്ന് എഴുന്നേറ്റ് വന്ന എൻ്റെ ഒരു ഇതാട്ടാ. എങ്ങനെ കാത്തു പാടുക? അയ്യോ 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 അയ്യോ. എങ്ങനെ കാത്താക്ക? എങ്ങനെയാക്ക? ഇങ്ങനെയാക്ക. ഇങ്ങനെ ബാക്കിക്ക് തല പോട്ടെ. ഇങ്ങനെ 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 അതിന്റെ സ്വത്താട്ടാ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളാണ്. ഞാൻ അടുക്കളയിൽ കയറട്ടെ. എന്നിട്ട് നമുക്ക് പോയിട്ട് ബേബിക്ക് ഡ്രസ്സ് എടുക്കാണ്ട്, അമ്മക്ക് താറ്റ് കൊടുത്തേ, കാത്തുമ്മക്ക് ഡ്രസ്സ് എടുക്കാണ്ട്. ഉയർപ്പാർട്ടി പോകുമ്പോ ഉടുപ്പിടണ്ടേ? ഉടുപ്പ് വേണ? പുതിയ ഉപ്പ് വേണ? ഉപ്പ് വേണ്ട രുചിച്ച് അല്ലേ? ഉപ്പ് വേണ്ട? ഉടുപ്പ് എടുത്തിട്ട് തരാം. ഉപ്പ് വേണ്ടേ? എങ്ങനെ പോലെ അയാളൊന്നും എനിക്ക് ഉള്ളിൽ പാടുട്ടാ. ഒക്കത്തുനിന്ന് എഴുന്നേറ്റിട്ടല്ലോ കുഞ്ഞി അല്ലേ? കാത്തൂര് എന്ത് പാപ്പ് വേണ്ട? അപ്പ വേണ? ആപ്പാന്ന് ആപ്പിളാണ്. ആപ്പിൾ ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. തീർന്നു നമുക്ക് പോയി വാങ്ങിച്ചിട്ട് വരാം. അപ്പി വരാം, വാങ്ങിച്ചിട്ട് വരാം. പോണ്ട വെക്കാനാ? ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എന്താണ് അഞ്ച് ചൂണ്ടിന് പെണ്ണേ അല്ല അപ്പൊ സ്വത്തല്ലേ നീ? അപ്പൊ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. ഫോണിന്റെ വല്ലാതെ എന്തോ ഉണ്ടായിരുന്നു, അതാണ് ചെറിയ ക്ലാരിറ്റി കുറവുണ്ടായത്. ഞാൻ പോവാ. അടുക്കളയിൽ കയറി എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞ് കാത്തുമ്മയ്ക്ക് ബ്ലൂബെറി എടുത്തോണ്ട് ആയോ എന്ന് പറഞ്ഞിട്ട്. ഇത് ബ്ലൂബെറി അല്ല, എന്തോ ചെറിയ ചെറിയ ബെറികളാണ്. പക്ഷെ കാത്തുമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കാത്തുമ്മ നന്നായി കഴിക്കും. അപ്പോൾ ഞാനത് കാത്തുമ്മയ്ക്ക് ഒരു പാത്രത്തിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അവൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിസ്ത അങ്ങനെ ബെറികളൊക്കെയാണ് അവൾ ഏറ്റവും കൂടുതൽ കഴിക്കുക. അപ്പം ഞാനത് അവൾക്ക് കുറച്ച് കൊടുത്തയച്ചു. പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാനും ടേസ്റ്റ് നോക്കി. ഞാൻ അങ്ങനത്തൊന്നും അധികം കഴിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ഒരു പുതിക്ക് തന്നെ വയലെടുത്ത് ഇടുന്നുള്ളൂ. പിന്നെ ഇതാ നമുക്ക് രാവിലേക്ക് വേണ്ടിയിട്ട് കോഴിമുട്ട ഒരു 5 എടുത്തിട്ട് ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് 2 ഏട്ടന് 2 എനിക്ക് 1 കാത്തുമ്മയ്ക്ക് അങ്ങനെ പ്ലാനിലാണ് ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ശബ്ദം പറയുന്നത് എനിക്ക് നല്ല മൂക്കടപ്പും പനിയാട്ടോ. പിന്നെ ഞാൻ ഈ നാളേക്ക് ഇഡ്ഡലിക്കുള്ള പച്ചരി ഉഴുന്ന് ഉലുവൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. നമുക്ക് കാത്തുമ്മയ്ക്ക് തന്നെ രാവിലെ ആകുമ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട്. കാരണം ഇന്നിക്ക് രാവിലേക്ക് ഒന്നും ഉണ്ടാക്കാണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിച്ച് ദോശമാവ് അരച്ച് വെച്ചാൽ അവളുടെ കാര്യം കഴിയുമല്ലോ എന്ന്. ഏട്ടൻ ഡയറ്റിങ് ആണെന്നുകൊണ്ട് ഏട്ടൊന്നും കഴിക്കും, പക്ഷെ ഉണ്ണിക്കൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ അങ്ങനെ എന്നും മാഗി ഉണ്ടാക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് വല്ലാതെ ഇൻട്രസ്റ്റ് ഇല്ല മാഗി. അപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇന്ന് തുണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ കാത്തുമ്മ കോഴിമുട്ടയും കഴിക്കും, പിന്നെ കുറച്ച് മാഗി നിന്ന് കഴിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഒന്നും കൊടുക്കാറില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ സാധാരണ ഉണ്ണികളുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഉണ്ണികൾ കഴിക്കണമെങ്കിൽ എന്നൊരു തുണ്ട് കഴിക്കുക. അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. മാഗി സാധാരണ വേവിക്കണമല്ലോ കേട്ടോ, അധികം ഒന്നുമില്ല. വെറും വെള്ളത്തിൽ മാഗി ഇട്ടിട്ട് പിന്നെ അതിൽ പൊടിയിട്ടിട്ട് ജസ്റ്റ് വേവിച്ചെടുക്കണുള്ളൂ. ഞാൻ വേറെ കോഴിമുട്ട കാര്യങ്ങളൊന്നും ചേർക്കണില്ല, എനിക്ക് മടി പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഞാൻ തണ്ണിമത്തൻ മുറിച്ചെടുത്തേക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി തണ്ണിമത്തൻ മേടിച്ചിട്ട്. അപ്പോൾ ഇതിനും ഇങ്ങനെ ഇരുന്ന് നാശമായി പോകും. പകുതി എടുത്തിട്ട് ഞാൻ മുറിച്ച് ഒരു പ്ലേറ്റിലിട്ട് കൊടുത്തു. ബേബിക്കായാലും കാത്തൂനായാലും ഇത് കഴിക്കാൻ ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് വെച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടം തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാനാട്ടോ. എനിക്കിങ്ങനെ ഇങ്ങനെ കടിക്കണം നിൽക്കുന്ന അരക്കില്ല, ഇങ്ങനെ ജ്യൂസ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരമൊക്കെ ഇട്ടിട്ട് എനിക്ക് അപ്പോൾ ഞാൻ സാധാരണ തണ്ണിമത്തൻ എനിക്കുള്ള ഒരു പീസ് ഇപ്പോൾ വീട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും ഒരു പീസ് മുറിച്ച് കൊടുക്കാനായിട്ട് എൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ഒരാളാണ്. എനിക്കിന് വെറുതെ ഇങ്ങനത്തെ ഇഷ്ടം അങ്ങനെയാണ്. പിന്നെ ആ സൈഡിൽ അപ്പയും മുള്ള അടി ഉണ്ടാക്കണൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ അതിലുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ മാഗി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ മുട്ട വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ മാഗി ഒരു പാത്രത്തിൽ മാറ്റി. പിന്നെ ഞാൻ മുട്ടയുടെ തോടൊക്കെ പൊളിച്ച് മാഗിയുടെ സൈഡിൽ തന്നെ വെച്ചു. കുറേ പാത്രം മുഷിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോഴേക്കും ഞാൻ എന്താ പറയുക, ഈ വേസ്റ്റൊക്കെ ഒന്ന് വേസ്റ്റ് പാത്രത്തിൽ ഇട്ട് വെക്കാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടുക്കള ആകെ വൃത്തിയായിട്ടിരിക്കില്ല. എനിക്ക് അങ്ങനെ അടുക്കള വൃത്തിയായിട്ടിരിക്കുന്നത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാണാൻ. പിന്നെ ഞാൻ യൂസ് ചെയ്ത പാത്രങ്ങൾ കുറച്ചൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട്. ഏട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് മാഗി ഉണ്ടാക്കിയത്. കാരണം ഏട്ടനും കഴിക്കും കാത്തും കഴിക്കില്ല വെച്ചിട്ട്. പക്ഷേ ഇന്ന് ഏട്ടൻ പറഞ്ഞ് എനിക്ക് വേണ്ട, അവൻ ഓരോ ടൈമിൽ ഓരോരോ മൂഡുകളാട്ടാ. അപ്പോൾ ഇന്ന് അവൻ പറയുന്നത് എനിക്ക് വേണ്ട പോന്നാന്ന്. എന്ത് ചെയ്യട്ടെ, അവന് പ്രാന്താണ്. അങ്ങനെ ഞാനതൊക്കെ സെറ്റ് ചെയ്ത് അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ വെള്ളം, തണ്ണിമത്തൻ്റെ വെള്ളം പോയിഞ്ഞൊരു മധുരമല്ല, ഇങ്ങനെ പശാന്ന് പറഞ്ഞൊട്ടി. അപ്പോഴത്തേക്ക് ഞാൻ അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കി ഞങ്ങൾ വേഗം പോയി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ കാലത്തുമ്പോൾ ഒറ്റയ്ക്ക് ഉണ്ട്. ആൾക്ക് ഇങ്ങനത്തെ വേണ്ടാത്ത ഫുഡാണ് ഞങ്ങൾ ഒറ്റയ്ക്കും കഴിക്കും, നമ്മൾ വായിലെടുത്താലും കഴിക്കും. വല്ല നല്ല ഐറ്റംസൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ട. പിന്നെ എനിക്ക് തോന്നുന്നു ചില കുട്ടികൾ തീരെ ബെറി പിസ്ത അങ്ങനത്തൊന്നും കഴിക്കില്ല. പക്ഷെ നമ്മൾ കാത്തുമ്പോൾ നന്നായി കഴിക്കട്ടെ. അത് കഴിക്കുന്നതാണ് എൻ്റെ ആകെയുള്ളൊരു സമാധാനം. കാരണം അവൾ ഇങ്ങനത്തെ വേണ്ടാത്ത ഫുഡ് കഴിക്കുന്നതിനൊപ്പം അങ്ങനത്തെ എന്തെങ്കിലും നല്ല ഐറ്റംസ് കഴിക്കണ്ടല്ലോ എന്ന്. അപ്പോൾ അതാ മാഗി അവൾ നോക്കി ഒറ്റയ്ക്ക് എടുത്തിട്ട് കഴിക്കണേ. എന്നിട്ട് ഞാൻ എന്നോട് പറയുന്നു, അവളുടെ സാമർത്ഥ്യം നോക്കിയാട്ടോ ചോറ് കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് കൊടുത്താൽ നന്നായി കഴിക്കും. പിന്നെ ഞാൻ വേഗം ഫുഡൊക്കെ അയച്ച സ്ഥലത്ത് ആകെ അലങ്കോലമാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ വേഗം അടിച്ചു വരി തുടച്ചിട്ടിട്ട് എനിക്ക് വീട്ടിൽ പോകണം. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, പറഞ്ഞാൽ നീ വേഗം വന്നിട്ട് ഉണ്ണികളൊന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ട് എടുക്കാൻ പോവോ. അച്ഛനമ്മയും വീട്ടിലില്ല. അത്ര അച്ഛനമ്മയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡോക്ടറെ കാണിക്കാനൊക്കെ ആയിട്ട് അവർ കുന്നംകുളത്താണ്. അപ്പോൾ നിങ്ങൾ പോയിട്ടൊന്ന് ഉണ്ണീനെ എടുക്കുമോ ചോദിച്ചു. അപ്പോൾ എനിക്ക് വേഗം ഇത് കഴിഞ്ഞിട്ടാണ് കുളിച്ച് ഉണ്ണികളെ എടുക്കാൻ വേണ്ടി പോവാൻ. കുട്ടികൾ സ്കൂളിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവരെടുക്കാൻ പോവുക. അപ്പോൾ ഞാൻ വേഗം കുളിക്കാൻ പോകാനുള്ള കാര്യം നോക്കുകയാണ്. അങ്ങനെ പുറത്ത് പോകുന്നതുകൊണ്ടായിട്ട് ഞാൻ കുഴപ്പമില്ലാത്ത ചുരിദാർ എടുത്തു. അല്ലെങ്കിൽ ഞാൻ മാക്സിയാണ് വീട്ടിലിടാറ്. നമുക്ക് പുറത്ത് പോകണ്ടല്ലോ, അപ്പോൾ മാക്സി ഇടാൻ നേരത്തോണ്ട് അപ്പോൾ അടുക്കള വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എനിക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്മ വിളിച്ചു. അമ്മ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിക്കാണ്. ലൈസൻസിന് എന്തൊരാവശ്യത്തിനാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഉണ്ണികളൊന്നും എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഉണ്ണികളെ എടുക്കാണ്ട് പോട്ടെ. 12:30 അപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു വേഗം പോയിട്ടൊന്ന് ഉണ്ണികളെ എടുക്കും, അവർക്ക് ഇവിടെ എത്താൻ പറ്റില്ല, അവിടെ ഡോക്ടറെ കാണിക്കാൻ ഇരിക്കാന്ന്. എന്തായാലും വേഗം പോയിട്ട് ഉണ്ണികളെ എടുത്തിട്ട് അയച്ചു. ഉണ്ണികളെ എടുത്ത് കുഞ്ഞിൻ്റെ ഏൽപ്പിക്കാം. കുഞ്ഞ് വീട്ടിലിട്ടുണ്ട്. അപ്പോൾ അവളെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് വീട്ടിൽ വരാൻ. അയ്യോ ഒറ്റ മിനിറ്റുള്ളിൽ ഓട്ടപ്പാച്ചിലായിരുന്നു. കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, ആകെ വൃത്തിയായിട്ടിരിക്കും. വേഗം കുളിച്ചു, ഡ്രസ്സ് മാറി ഇറങ്ങി. അമ്മേ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഒരു 2 സെക്കൻഡാണ് നമുക്ക് സ്കൂളിലേക്ക് എത്താൻ. വീട്ടിൽ നിന്ന് ആകെ നമ്മളെ വീട്ടിൽ നിന്ന് എത്രയാ 2 മിനിറ്റ് തികച്ചില്ല, നടക്കാനുള്ള ദൂരമുള്ളൂ. നമ്മളെ പുതിയ വീട്ടിൽ നിന്ന് അങ്ങോട്ട് 3 കിലോമീറ്റർ ഇല്ലേ, 3 കിലോമീറ്റർ ഉണ്ട്. ആ ഒരു ടൈം നേരെ വൈകും. ഞാൻ വിചാരിച്ചു കറക്റ്റ് ടൈമിൽ എത്തില്ലെങ്കിൽ കുഞ്ഞിനോട് എടുക്കാൻ പറയുന്നത്. അപ്പൊ കുഞ്ഞ് വീട്ടിലുണ്ട് എടുക്കാൻ പറയാന്ന് നോക്കിയപ്പോ ഓടി വാങ്ങി ഏകദേശം ആ ടൈമിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞിന് ഇങ്ങനത്തെ ദിവസമൊക്കെ പോകാൻ ഭയങ്കര മടിയാ. അപ്പൊ അതുകൊണ്ട് അവളോട് പണ്ട് കാര്യം പറയാം. പിന്നെ നേരത്തെ എത്തില്ലെങ്കിൽ ഉണ്ണികളെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറയാന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, ഓടി വായിച്ച് ആ ടൈമിന് തന്നെ സെറ്റ് ആക്കി എടുത്തു. അതുകൊണ്ട് ചിറ്റികളിയാണല്ലോ. ഇപ്പൊ വരാൻ പറ്റില്ല, മാമന്റെ അടുത്ത് എത്തും. മാമനും മാമനും എടുക്കണ്ടേ. എന്നാ ഞങ്ങൾ വേമ്പടി പിള്ളേർ തലക്ക് ഇറങ്ങണം ഓട്ടപ്പാച്ചില്. പിന്നെ സ്പീഡിൽ നീ ചെറിയ ഭയങ്കര ബുദ്ധിമുട്ട്. നിനക്കോ? നീ പെട്ടെന്നല്ലേ കാര്യങ്ങൾ ഇത്. ഇവന് കുഴപ്പമില്ലേ, ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇങ്ങനെ തല എനിക്കും ആ ടെൻഷൻ അടിച്ചിട്ട് ആ ടൈമിന് എത്തണം എന്നൊരു ടെൻഷൻ അടിച്ചിട്ട്. എന്തായാലും ബാക്കി വീഡിയോകൾ കാണാം. അപ്പൊ നമ്മള് മുതലുകളെ ഏറ്റെടുത്തിട്ടുണ്ട്. ഹലോ കാണാനില്ല, നിനക്ക് എന്താടാ വേണ്ടേ? എന്താ വേണ്ടേ? ഇറ്റ് 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 ഇറ്റ്. അപ്പൊ ഞങ്ങക്ക് ഒന്ന് ഇവിടെ
ഒന്ന് കുറച്ച് പൈസ എടുക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് എടുക്കാന്ന് വെച്ചാൽ എന്തായാലും പുറത്തിറങ്ങിയതല്ലോ, അപ്പൊ പൈസ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു വീട്ടിൽ പോകണോ ചെറുക്കില് പോകണോ ചോദിച്ചു. എങ്ങനെ പോണ്ട്? ചെറുക്കച്ച്. അപ്പൊ ചെറുക്കച്ച് പോകുമ്പോ ഇവർക്ക് വിശക്കൂല്ലോ, സ്കൂളിൽ ഇട്ട് വന്നതല്ലേ. അപ്പൊ ഇവർക്കുള്ള ജ്യൂസ് മേടിക്കാൻ നോക്കുകയാണ്. ജ്യൂസ് എന്തെങ്കിലും കഴിക്കാണ്ട് ബേബി മേടിക്കാൻ പോയിട്ടുണ്ട്. അയ്യോ അയ്യോ വണ്ടി എടുക്കുമ്പോ ഇവിടെ ആയിരുന്നേ, ഇത് പിടിക്കാൻ പറ്റില്ല. നിങ്ങളെ ഞങ്ങൾ കണ്ടാ നല്ല കുട്ടികൾ പഠിച്ചാ എന്തൊക്കെ സ്റ്റാർ കിട്ടിയാ കിട്ടിയ പേപ്പറുണ്ട് സാരി കിട്ടി. നാളെ സുരിച്ചു പോകണ്ടേ? നാളെ ബിരിയാണിയാ? നാളെ കളിക്കുന്നുണ്ട്. ഓ നാളെ 1-ാം തീയതി ആണല്ലോ അല്ലേ? ബിരിയാണിക്കുണ്ടാ? എനിക്കോ? എനിക്ക് കൊണ്ടുവരൂ? അടിണ്ടാക്കല്ലേ? കാത്താണ് ഇപ്പൊ കൊട്ടേഷൻ ടീമായി നിക്കുന്നത്. ഏട്ടൻ വന്നിട്ടുണ്ട്. വളെടുത്താ താത്തന്റെ നമ്മള് കുറച്ച് ഗോൾഡ് അത് പോയിട്ട് ബേബി എടുത്തോടുന്നാട്ടാ. കൊറേ അഞ്ഞാനുണ്ട്. അഞ്ഞാനോ ഇനി കറുത്തതായിട്ടൊക്കെ മാറ്റാപ്പേരെ കുട്ടിയുടെ. അപ്പൊ ഈരത്തിട്ടാ ഫേസോട്ടെ ഈരത്തിട്ടാ വളട്ടാ എന്താ തുമ്മ വള കിട്ടിയാ? ബാക്കിയുള്ള എന്റെ വലിച്ചടച്ചിട്ടാ? ഇനി 85 ഇനി ബാക്കിയുള്ളത്. കേറ്. കൊണ്ടിക്കേ അമ്മയോ? അമ്മ നേരത്തെ വിടടാ കൊടുക്ക വിട്ടോ പാട്ടാ. നോക്ക് പിന്നെ നോക്ക് ടാറ്റ. ഈ കൈ എടുത്താറ്റ അന്നൊക്കെ പോയിട്ടുള്ള കയ്യിൽ അപ്പൊ
അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചോറുണ്ടാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് മീൻകറിയും പപ്പടമാണ്. കായപ്പേരി ഉണ്ടായിരുന്നു, പക്ഷേ കായപ്പേരി എടുത്തില്ല കേട്ടോ. എനിക്ക് മീൻകറിയും പപ്പടം കൂട്ടി ഇങ്ങനെ കുഴച്ചുണ്ടാകാൻ തോന്നി. പക്ഷേ എന്താ ഇഷ്ടം എന്ന് വെച്ചിട്ട് ഞാൻ കല്യാണത്തിന് മുന്നേ തീരെ കഴിച്ചിരുന്നില്ല മീൻകറി പപ്പടമൊന്നും. പിന്നെ ആകെ കഴിക്കുക ഒന്നില്ല അമ്മാമ്മ എൻ്റെ അമ്മയൊക്കെ എന്നെ വലിച്ചു. അത് മീൻകറി പപ്പടം അച്ചാർ കൂട്ടി കുഴച്ചിട്ട് വലിച്ചിട്ടും അങ്ങനെ ഞാൻ കഴിക്കാറുണ്ട്. അല്ലാതെ ഞാൻ മീൻകറി കൂട്ടി ചോറുണ്ടേ ഇല്ല കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കറിയായിരുന്നു മീൻകറി. പക്ഷേ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മാറി. കാത്തുമ്മ ഉണ്ടായതോടുകൂടി എൻ്റെ ടേസ്റ്റ് ഫുള്ള് മാറി. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഫുഡിൽ എനിക്ക് ഇഷ്ടമില്ലാതെയായി. ഇഷ്ടമില്ലാത്ത ഫുഡുകൾക്ക് ഇഷ്ടം വന്നു. പറയുകയാണെങ്കിൽ അൽഫാം ഷവർമ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് കാത്തുനെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കൂടിയിട്ട് ഷവർമ ഇഷ്ടമല്ല, അൽഫാം ഇഷ്ടമല്ല, ഫ്രൈഡ് ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊന്നും കഴിക്കുമോ ചോദിച്ചാൽ കഴിക്കും, എന്നുവെച്ചാൽ ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറായി ഞാൻ മാറിയിട്ട്. പക്ഷേ പണ്ടൊക്കെ ഞാൻ ചോറുണ്ടില്ലായിരുന്നു. എനിക്ക് ചോറിൻ്റെ വരെ ഇങ്ങനത്തെ ഫുഡൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പം എനിക്ക് ചോറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 5 മണിയായിട്ട് അതിന് കാറ് സർവീസിന് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 5 മണിയായി. ഞാൻ ആ കോളത്തിൽ തന്നെ ഇറങ്ങി. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ദിവസമായിട്ട് മേടിക്കണം എന്ന് പറയുന്ന ദിവസമായിരുന്നു ഗ്രീൻ ബാഗോ അങ്ങനെ ഇരിക്കുന്നില്ലേ അത്. അപ്പോൾ മേടിക്കാൻ പറഞ്ഞാൽ വേണ്ട ഏട്ടാ, നമ്മളതിന് വീട്ടിലിരിക്കാൻ പോലും ടൈമില്ല. അങ്ങനെ വർക്കും കാര്യങ്ങളായി പോകണു, വർക്കിനൊന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങണു, ഇരിക്കാറില്ല. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇരിക്കാറില്ല. അപ്പോൾ ഏട്ടനാണ് ആകെ സെറ്റ് ചെയ്യുമ്പോൾ ഇരിക്കുന്നത്. ഏട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇരിക്കും. ഞാനൊന്നും വേണ്ട ഏട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ വേണ്ടോ പറഞ്ഞില്ല, ഞാൻ ഉദ്ദേശിച്ചത് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്തായാലും അടുത്ത വർഷം ആവാൻ പോവുകയാണ്, അപ്പം നിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം എന്താ വെച്ചാൽ മേടിച്ചോ പറഞ്ഞു. അപ്പോൾ അതിനത് മേടിക്കാൻ ടപ്പയും മോളും കൂടി പോയിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് ഞാൻ ഈ കൊലയൊക്കെ ഞാൻ അറിയില്ലായിരുന്നു. ഞാനോട് കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് മേടിക്കാട്ടാ, നീ ആഗ്രഹിച്ചല്ലേ അത് മേടിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ കേസാണ്ട് വിട്ടു. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടം. എനിക്കൊരു വീടാകുമ്പോൾ അത് വേണം, എനിക്കൊരു വീടാകുമ്പോൾ എന്നല്ല, എൻ്റെ വീട്ടിലേക്ക് അത് വേണം എന്നുള്ള ഒരു ചിന്തയ്ക്ക് എനിക്ക് പണ്ടൊട്ടേ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലപ്പോൾ മേടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനോട് മുഴുവൻ ടൈമിൽ ഞങ്ങൾ തന്നെ ഒരുപാട് സാധനങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിലേ എനിക്ക് സ്ഥലമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ അതുകൊണ്ട് മേടിച്ചിട്ട് എവിടെ ഇടാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ. കാരണം അത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചെന്നോടത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ റൂം അന്ന് കണ്ടവർക്കറിയാം, 1 ഇഞ്ച് സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇനി വീണ്ടും സാധനങ്ങൾ കൂട്ടണ്ടെന്ന് വെച്ചിട്ട് അന്ന് ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ ഈ വീട്ടിൽ താമസം മാറിയപ്പോട്ടാൻ മേടിക്കണം എന്ന് പ്ലാൻ ചെയ്തതാ. അത് നമുക്ക് തന്നെ ഓരോ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മേടിക്കാനൊന്നും പറ്റില്ല. കാര്യം കാണിച്ചു തരാട്ടെ. ഇനിയിപ്പോൾ അപ്പം അടുത്ത ആവശ്യം എന്തായിരിക്കും? ഞാനില്ല കുറയാ അപ്പയ്ക്ക് മോൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഒക്കെ മേടിക്കണം. അങ്ങനെ സൈക്കോ അപ്പയാ ക്ലിയറായി കാണാണ്ട. ഇപ്പം കാത്തും വരുന്ന ആടുണ്ട്, അപ്പം ആട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും അവരവിടെ ഇരുന്ന് ആടട്ടെ. അപ്പം അങ്ങനെ ബേബിയുടെ ആഗ്രഹം പോലെ ബേബി അത് മേടിക്കട്ടെ അയച്ചു. അവൻ്റെ ലൈഫിൽ അവൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ തടസ്സം നിന്നിട്ടില്ല. അത് എന്താണോ അവരും ഓക്കെ. അതിൽ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയട്ടെ, നമുക്കത് ആവശ്യമില്ല, നമുക്കത് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ കുറച്ച് പിശുക്കത്തിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. പക്ഷെ എന്നാലും അത് ബേബിക്ക് എന്നിട്ട് അത് വേണം എന്നുണ്ടെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബേബി കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്ന ദിവസം ഞാൻ ആദ്യം വിചാരിച്ചത് അമ്മോട് മേടിപ്പിച്ചിട്ട് കൊടുന്ന് അടിപ്പിക്കാനായിരുന്നു. അപ്പോൾ അത് അമ്മേൻ്റെ സർപ്രൈസ് വലിയ ആയല്ലോ എന്ന് വെച്ചു പൈസ അയച്ചു കൊടുത്തിട്ട് അമ്മോട് മേടിപ്പിക്കാനായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു അങ്ങനെ ആകുമ്പോൾ ഇവൻ്റെ ഇഷ്ടത്തിന് നോക്കി മേടിക്കലല്ലോ, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മേടിക്കലല്ലേ. ഇവൻ കുറേ നാളായിട്ട് മേടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഇവൻ്റെ ഇഷ്ടത്തിന് മേടിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു പ്ലാനിങ് മാറ്റി വെച്ചു. സത്യം പറഞ്ഞാൽ അതുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ബേബി പറഞ്ഞത് നിനക്ക് എന്താണ് ഇഷ്ടം അത് മേടിച്ചോ, വിഷയമില്ലെന്ന്. അതും കൊണ്ട് വരുന്നുണ്ട്. അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും വീടെത്തിയിട്ടാണ്. അങ്ങനെ വീടെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം, നമുക്ക് നേരെ മെഴുകിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ എനിക്കിത് പൊളിച്ചിട്ട് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് പോവാം, എനിക്കിത് ഇങ്ങനെ ഇരിക്കുമ്പോൾ സമാധാനമില്ല. ഈ കുഞ്ഞു കുട്ടികളൊക്കെ വല്ല കളിപ്പാട്ടം മേടിച്ചു കൊടുന്ന് അപ്പനെ പൊളിച്ച് കളിക്കില്ലേ, അതേപോലെ ഏട്ടാ എനിക്ക് തോന്നിയത്. ഏട്ടൻ്റെ പെരുമാറ്റം, ഏട്ടന് ഇങ്ങനത്തെ ദിവസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ അങ്ങനെ മേടിച്ച് ഞാൻ അപ്പം തന്നെ പൊളിച്ചതിന് യൂസ് ചെയ്യും വേണം.
അപ്പം ഞാൻ ഏട്ടനും കൂടിയിട്ട് അതൊക്കെ സെറ്റാക്കുകയാണ്. എൻ്റെ വിചാരം ഇപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ എത്രയും നാൾ വിചാരിച്ചിട്ടുണ്ടായത്. ഇപ്പം ഇങ്ങനെ മേടിച്ചപ്പോൾ ഒരു പഠിച്ചാൽ ഫുള്ളായിട്ട് കിട്ടില്ല, ഇങ്ങനെ ഓരോന്ന് നമ്മൾ സെറ്റാക്കുകയാണ് വേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാത്തുമ്മ വന്നിട്ടുണ്ട്. പക്ഷെ അവൾ ചെയ്യുന്ന ഹെൽപ്പ് എന്ന് വെച്ചാൽ നമ്മൾ അതൊക്കെ പുറത്തേക്ക് ഇടാൻ നോക്കണം. ഇങ്ങനെ അമർത്തുമ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ഏറ്റെടുത്ത് മാറ്റി വരും. അതിൻ്റെ ഇടയിലുണ്ട അവളതിൻ്റെ നമ്മൾ കയറി ഇരിക്കാൻ എന്തൊക്കെയാണ് നോക്കുന്നത്. അവളാകെ വലിയ ആളെ, അവളിപ്പോൾ നമ്മളൊപ്പത്തിന് ഓരോന്ന് ചെയ്യാൻ നിൽക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് തോന്നിയത് എപ്പോഴാണെന്നറിയാം, ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് മണി താഴ്ത്തി വീണുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾ എൻ്റെ കൂടെ ഒപ്പം ഞാൻ ഇതൊക്കെ പറക്കി കവറിക്ക് ഇടുമ്പോൾ എൻ്റെ ഒപ്പം ഇരുന്ന് ഒക്കെ പറക്കി. ഞാൻ കാണാത്തൊരു മണിയെടുക്കുക എവിടെ നിന്നൊക്കെയോ പറക്കിയെടുത്തോടുന്ന കവറിൽ ഇട്ടാന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അമ്മ തന്നെ പറയും എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പൊന്നാണ്, ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ വന്നിരുന്ന് ചെയ്യുന്നു. അതേപോലെ ഇടയ്ക്ക് എൻ്റെ കാത്തുമ്മനെ തോന്നിയത് ഞാൻ എന്ത് പഠിക്കുമ്പോൾ അതേപോലെ വല്ല വെള്ളം പോയി കഴിഞ്ഞാൽ അവൾ വേഗം ഏതെങ്കിലും തുണി എടുത്തോടുന്ന് തുടയ്ക്കും. അവർക്ക് ഇതേപോലെ തന്നെ വീട്ടിൽ വെള്ളം പോയിട്ടാ. അപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗിൽ നിന്ന് വിട്ടൊരു ബെന്നി എടുത്തോടുന്നു, അവളെ ബെന്നി എടുത്തോടുന്നു തുടച്ചു. അത് ആ ബെന്നി എടുത്തോണ്ട് ഹാൻഡ് ബാഗിൽ വെച്ചു. അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കാത്തുമ്മനെ ഇരുത്തി. കാത്തുമ്മ എൻ്റെ കൂടെ മണി പറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ പോയിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ ആൾ കളിക്കാൻ ചിന്തിച്ചിരിക്കും. പക്ഷെ പണി പറക്കിയിട്ട് എൻ്റെ കയ്യിൽ എൻ്റെ അതേപോലെ തന്നെ കവറിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. ഇടുമ്പോൾ ചിലപ്പോൾ ഒരു മണിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോവും, കാരണം അതൊക്കെ ശ്രദ്ധിച്ചിടാറിയില്ലല്ലോ. പക്ഷെ എന്നാലും ഇങ്ങനെ പറക്കാനൊക്കെ കൂടുതൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ദിവസമൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മളെ മക്കൾ നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കണ്ട ഇങ്ങനെ കുടഞ്ഞിട്ടൊക്കെയാണ് അവൾ ഇടുന്നത്. ഇങ്ങനെ ഇടുമ്പോൾ പുറത്ത് പോകട്ടെ, അതൊക്കെ അവൾ തന്നെയാട്ടോ പറക്കി എനിക്ക് കൊടുത്തു തന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പറക്കി തന്നത് അവളാണ്. അവളെ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു കാര്യമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ സെറ്റായിട്ട് അവൾ അപ്പം അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പോയി മേലൊക്കെ നനച്ചൊന്ന് കാത്തുമ്മനെ കുളിപ്പിച്ചു. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാണ്, കാരണം ഇന്ന് നമുക്ക് DJ പാർട്ടി ഉണ്ട് വേറെ എവിടെയും തൃശ്ശൂർ. സാധാരണ എനിക്കൊന്നും ഇങ്ങനത്തെ വലിയ വലിയ പരിപാടികളൊക്കെ എറണാകുളത്താണ്. ഈ പ്രാവശ്യം നമ്മളെ ബോച്ചയും അങ്ങനെ കുറേ ടീമുകാരെ കൂടിയിട്ട് നമ്മൾ തൃശ്ശൂർ അതേപോലെ വലിയൊരു പരിപാടിയായിട്ട് വെച്ചിട്ടായിരുന്നു. കാണാൻ മാത്രം ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞ് ഈ ഡ്രസ്സൊക്കെ മാറിപ്പോകുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഒന്നല്ലെങ്കിൽ ആ പരിപാടിക്ക് പോവും, അല്ലെങ്കിൽ ശോഭയ്ക്ക് പോവാം എന്നുള്ള പ്ലാനിലാണ്. കാരണം ഏട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു. രാത്രി നേരത്തെ ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോൾ സേഫ് ആണോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഏട്ടൻ പോകണോ വേണ്ടേ എന്നിങ്ങനെ പറഞ്ഞിട്ട് തീരുമാനം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഡ്രസ്സ് മാറാം, ഒന്നുമില്ല ശോഭയിൽ അല്ലെങ്കിൽ അവിടേക്ക്. നമുക്ക് അടയ്ക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു കേട്ടോ, നമുക്ക് ടിക്കറ്റ് കിട്ടിയതല്ലേ, നമ്മൾ ഇത്രയും കാര്യമായിട്ട് ബോച്ച വിളിച്ചാൽ നമുക്ക് പോകണം. കാരണം ബോച്ച വിളിച്ചുകൊണ്ടാണ് അവൻ പിന്നെയും പോവാം എന്നുള്ള തീരുമാനത്തിനായിരുന്നു. പക്ഷെ എന്നാലും അവനൊക്കെ രാത്രികളിൽ ഇങ്ങനത്തെ പരിപാടികൾക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ എന്തായാലും പോവാൻ എന്നാലും ഭയങ്കര പോകേണ്ട വെച്ചിട്ടാണ് ഞാൻ ഈ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പാട്ടോ. ഞാനിത് റിലയൻസ് നിന്നാണ് മേടിച്ചത്. ചാവക്കാടിൽ അവരെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ വീഡിയോ താഴെ കൊടുക്കാം. ഇതേപോലത്തെ ഇനിയും മോഡലുകളൊക്കെ ഉണ്ട്. നമ്മളവിടെ ചിലയിടത്താണ് ഇങ്ങനത്തെ ഒരു ഷർട്ട് മുകളിൽ ഇങ്ങനെ വലിയൊരു ഉടുപ്പൊക്കെ ഇട്ട് നല്ല സ്റ്റൈലാട്ടാ, നല്ല സുഖം. വേറെ ടൈറ്റായ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അങ്ങനെ നമ്മളെ കാത്തുമ്മനെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാത്തുമ്മനെ പെബി എടുത്തിട്ട് പോയി. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിൽ പോയി എല്ലാവരും എടുത്താണ് ശോഭയിലെത്തിയിട്ട്. ചക്കമ്മ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ വാശിയാണ് ചക്കമ്മനെ കാണുന്നത്. അങ്ങനെ അവരെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് എല്ലാവരും പറഞ്ഞു ഉണ്ണീനെ കൊണ്ടുപോകണ്ടെന്ന്. ഞങ്ങളിപ്പോൾ വരും, ഒരു 10 മിനിറ്റ് ഉള്ളിൽ വരും. പച്ചേൻ്റെ അമ്മേരെ അടുത്താക്കിയിട്ട് പോകാൻ വെച്ചു. അവർക്ക് ശോഭയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവരെ നമ്മൾ ഇറക്കി കൊടുത്തിട്ട് നമ്മളിനി നേരെ പോവാണ്. ഫെബിക്ക് ഉണ്ണില്ലാത്ത ആരും ഒരു സുഖമില്ല പോവാൻ. പിന്നെ നമ്മളെ ബോച്ച അത്രയും കാര്യമായിട്ട് വിളിച്ചതാണ്. ബോച്ച ആള് പേഴ്സണൽ നമ്പർ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം പോവാതിരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് മാത്രം നമ്മൾ പോവാട്ടോ. കാരണം കാത്തില്ലാത്ത ഇത്ര നേരം എന്താ പറയുക, ഒരു പക്ഷേ ഇവിടെ എത്ര എനിക്ക് ചർച്ചയായിരുന്നു, പോകണോ വേണ്ടേ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ മോശമുണ്ട്, നിങ്ങൾ പോയില്ലെങ്കിൽ എന്തായാലും പോയിട്ട് പോവാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. എല്ലാവരും കയറിയില്ലേ, അവരവിടെ നിൽക്കുന്നുണ്ട്. എന്നാണ് ചേരാട്ടാ കണ്ട അയാളെ നിൽക്കുന്നുണ്ട്. നമ്മളെ കുണിക്കുമ്പോൾ ഉറങ്ങി എനിച്ചെൻ്റെ വാശിയിലാട്ടാ. കാത്ത് കുഞ്ഞിൻ്റെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇനി അവിടേക്ക് പോവാം. അപ്പം അതാ അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് എന്തോരം വലിയ പരിപാടിയാണെന്ന് മനസ്സിലായത്.
അതേപോലെ നമുക്ക് ഭയങ്കര സേഫായിട്ടുണ്ട്. ഒരുപാട് പോലീസുകാരും സെക്യൂരിറ്റി ആയിട്ട് ആൾക്കാരും കാര്യങ്ങളായിട്ട് നമ്മൾക്ക് അതിനൊരു മോശം അനുഭവം പോലെ അവിടെ പോയിട്ടുണ്ടായില്ല. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആകെ കുറച്ച് ടൈം ഞങ്ങൾ അവിടെ നിന്നുള്ളൂ, കാരണം കാത്തുമ്പോൾ ശോഭയിലുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ടൈം അവിടെ നിന്നുള്ളൂ. പക്ഷെ നിന്ന ടൈം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടു. നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, ഒരു വേറെ തന്നെ ഫീലായിരുന്നു എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകുന്നത്. ന്യൂ ഇയറിൻ്റെ അന്നൊക്കെ ഇങ്ങനെ പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ പാട്ടും ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ നേരം പാട്ടൊക്കെ കേട്ടു. പിന്നെ ഏട്ടൻ ബോച്ചയുടെ അടുത്ത് പോയി വർത്താനം പറയലും കാര്യങ്ങളൊക്കെ ഞാനൊരു മൂലയിൽ നിന്നിട്ട് ഈ പരിപാടികളൊക്കെ ആസ്വദിക്കുന്നതായിരുന്നു. പിന്നെ കണ്ടോ, പിന്നെ ഏട്ടൻ മേളിൽ കയറിയിട്ടുണ്ട്, സ്റ്റേജിൻ്റെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ബോച്ചോട് സംസാരിച്ചാണ് കയറിയതാണ്. അവിടെ നിന്നപ്പോൾ ഏട്ടൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞല്ലേ 37 ഗോളുണ്ട്. അപ്പൊ എല്ലാവർക്കും പ്രൈസാണ്, ആർക്കും നിരാശയില്ല. ട്രൈ അഗൈൻ എന്നതില്ല. ലോകത്ത് ആദ്യമായിട്ടാണ് 100. ഇത് ലക്കി ഡ്രോവിന്റെ സമ്മാനമാണ് കേട്ടോ. താങ്ക് യു കോച്ചേ. അങ്ങനെ ഓരോ പ്രാവശ്യം കോച്ച് നമുക്ക് ഓരോരോ സർപ്രൈസുകൾ തന്ന് നമ്മളെ എല്ലാവരും എത്തിച്ചുകൊടുക്കുകയാണ്. സോ വെയിറ്റിംഗ് ഫോർ കോച്ച് റവി ടി ആസ് വെൽ. സോ വി ആർ ഹാവിംഗ് ഒന്ന് നമ്മുടെ കോച്ചയും കൂടി ഒന്ന് ഇത്രയും നമുക്ക് വേണ്ടി പറഞ്ഞു വേണം. ഒന്ന് ആ ഒരു സൈഡിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. ഇത് ആലപ്പുഴ വള്ളംകളിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു, ബോട്ട് റേസ്. ഫസ്റ്റ് കിട്ടിയില്ല, 4മതോ മറ്റാണ് കിട്ടിയത്. ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് അടുത്തേന് നമുക്ക് വാങ്ങാം. ആ സമയത്ത് ഡിക്ലെയർ ചെയ്തൊരു കോമ്പറ്റീഷനിൽ ഒരു കാർ ഡിക്ലെയർ ചെയ്തിരുന്നു, അതാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അടുത്ത ആലപ്പുഴ വള്ളംകളിക്ക് എന്റെ കൂടെ വരാനുള്ളവരൊന്ന് കൈ പൊന്തിച്ചേ. ആ തുഴയുണ്ടോ കയ്യില്? തുഴയുള്ളവർക്കേ വരാൻ പറ്റൂ, തുഴയല്ല തുഴ. താങ്ക് യു. അപ്പൊ ഇവിടെ എന്റെ കൂടെ ഒരാള് നടന്നു വന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഹായ്. അപ്പൊ പേരെങ്ങനെയാ? പേര് ജാൻവി. ഹായ്. നേരത്തെ ഗൗരി പാടുന്ന സമയത്ത് ഞാൻ കുറച്ച് ശല്യപ്പെടുത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് പോയിരുന്നു. ഗൗരി പോയോ? ഞാൻ ഗൗരി കുറെ വിളിച്ചിരുന്നു ഇവിടുന്ന്. ഗൗരി പോയാ? ജാൻവിയും ഗൗരിയും തമ്മിൽ അത്ര വലിയ കെമിസ്ട്രി ഇല്ല അല്ലേ? ആ എന്താണ്? സ്റ്റെപ്പ് ഇടാൻ സമയമായിട്ടില്ല, വരുന്നുള്ളൂ. നമ്മൾ ഒരുമിച്ച് സ്റ്റെപ്പ്. ഇതാണ് സ്റ്റെപ്പ്. ഗൗരി പോയാലും മാരി ഫെരാരി വരും, ഗൗരിയും വരും. ആള് പോയിരിക്കുകയാണ്, റെസ്റ്റിലാണ്. അന്നയുണ്ട്, അന്ന പ്രത്യേകമുണ്ട്. അല്ല, എന്താ ഉദ്ദേശം? ഇവരെയൊക്കെ അന്വേഷിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കണ്ടിട്ടില്ല ഇതുവരെ. നേരിട്ട് കണ്ടിട്ടില്ല. ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഈ ഫോറിനേഴ്സിനെ കാണുമ്പോ എന്താണ് ഒരു വീക്ക്നെസ്? ഞാനിതുവരെ ഫോറിനേഴ്സിനായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹമായി ഞാൻ ദുബായിൽ ചെന്നുകൊണ്ട് മോസ്കോ മൊറോക്കോ ടീമിന്റെ അടുത്ത്. അവര് ബെല്ലടിക്കുമ്പോ അവിടെ നിർത്തിപ്പോവും. നമ്മുടെ സ്റ്റേജിക്ക് വരുന്നത് എത്ര പേര് വരും? സ്റ്റേജിലേക്ക് വരാനുള്ള സമയം ആവണമല്ലോ. അങ്ങോട്ട് വന്നാ മതിയാ? ഇപ്പോഴല്ല, അയ്യോ സമയമായിട്ടില്ല. കുറച്ച് DJ തുടങ്ങണുള്ളൂ. ആ സമയത്ത് നമ്മൾ വരും. ഓക്കെ അല്ലേ? എത്ര പേര് ഓക്കെയാണ് ഡാൻസ് കളിക്കാൻ? ഇതാണ് പവർ. അപ്പൊ അങ്ങനെ നമ്മള് അവിടെ പരിപാടി ആയിട്ടില്ല. നമ്മൾ കുറച്ചേരം നിന്ന് വേഗം ഇറങ്ങി. കാരണം ഇവിടെ ഉണ്ടല്ലോ, ശോഭയിലുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വേഗം തന്നെ അടുത്ത് ബോച്ചോടൊക്കെ യാത്ര പറഞ്ഞ് എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് കുറേ ഫ്രണ്ട്സുകൾ കിട്ടിയില്ല. നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും കമ്പനി ആകാനൊക്കെ പറ്റി.
എന്താ പറയാ തൃശ്ശൂരൊക്കെ ഇങ്ങനെ പരിപാടി ഉണ്ട് എന്ന് അറിഞ്ഞ ആദ്യമായിട്ടാ അതിന് അവസരം തന്നെ ബോച്ച് തന്നെയാട്ടാ. ഒറ്റ ഇതാണ് ടിക്കറ്റ് അയച്ചു വരണോട്ടാന്ന് ആ ഒരു മനസ്സ് ബോച്ചക്ക് തന്നെയാണ് ഉള്ളട്ടാ. അത് VIP സീറ്റ് ആയിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ പോകുന്നത്. ന്യൂ ഇയറിനൊക്കെ ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ട് എന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. എന്താ അവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ചേരം അവിടെ നിന്നാ നമുക്ക് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മള് അതിലേക്ക് എത്തിപ്പോവും. നമ്മളെ മോള് അവിടെ കാത്തുവട്ടൽ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ ഞങ്ങൾ മനസ്സിൽ എപ്പോഴും എടുക്കുന്നോണ്ടാണ് ഞങ്ങൾ വേഗം തന്നെ പോകുന്നത്. പിന്നെ കാത്തുവിന് കൊണ്ടുപോകാത്ത എന്താ വെച്ച് കഴിഞ്ഞാല് പൊടിയും കാര്യങ്ങളും നന്നായിട്ടുണ്ട്. ഇപ്പൊ ശോഭയിലായാലും ഉണ്ടാവും, പക്ഷെ ഈ പൊടിയും കാര്യങ്ങളും കുറവാവും. പിന്നെ അത്യാവശ്യം ദൂരം നടക്കാനും ഉണ്ടായിരുന്നു കേട്ടാ. ആ ഒരു ഏരിയയില് ഫുൾ വണ്ടിയാ. ഇപ്പോഴേ ബേബി അറിഞ്ഞു ആ പരിപാടിയുടെ തോന്നുന്നു കേട്ടാ. ഞാൻ ചെല്ലുമ്പോ ഒരിക്കലും എന്റെ മൈൻഡ് ഇത്രയും വലിയ പരിപാടി ഞാൻ സ്വപ്നത്തെ പോലും കണ്ടിട്ടില്ല. പക്ഷെ എന്തോ രസമായിരുന്നു അല്ല പാട്ടും. തീർച്ചയായിട്ടും അതിന് അവസരം തന്ന ബോച്ചയ്ക്കാണ് ഏറ്റവും വലിയ നന്ദി പറയുന്നത് അല്ലേ? ആ സത്യാട്ടാ. നമ്മളെ ലൈഫില് പല വയസ്സിലും നമുക്ക് അത്ര സപ്പോർട്ടായി നിന്നൊരു ആലോചിച്ച് നോക്കിയ കാത്തുവിന്റെ ഫസ്റ്റ് റാംവാക്ക്, കാത്തുവിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര ഒക്കെ വാച്ച് തന്നെയായിരുന്നു. പക്ഷെ നമ്മള് 3 നാളും കൂടിയിട്ട് ഫസ്റ്റ് ഒരു ട്രിപ്പ് എന്നിട്ട് 3 നാളും കൂടി പോയത് ബോച്ചയുടെ വയനാട് 1000 ഏക്കറിലാണ് പോയത്. നമ്മൾ ഇതുവരെ നിക്കാത്ത റൂമിലാ അവിടെ നിന്നത് അല്ലേ? ഞാൻ ലൈഫിൽ ഒരിക്കലും നിക്കാത്ത റൂമിലാണ് അവിടെ നിന്ന്. ഇപ്പൊ അങ്ങനെ ന്യൂ ഇയറൊക്കെ DJ പാർട്ടി പാർട്ടിക്ക് പോലെ ശരിയാ ഭയങ്കര രസമായിരുന്നു കേട്ടാ. എനിക്ക് ബേബിക്ക് നോർമലി ഇങ്ങനത്തെ നിന്നോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ അവിടെ പോയപ്പോ ഭയങ്കര ഇഷ്ടം. അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഉണ്ണി ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം. ശരിക്കും കാത്തു നമ്മളെ കൂടെ ഉണ്ടായി നമ്മൾ ഒരിക്കലും പോയില്ല. അതേപോലെ തന്നെ ശരിക്കും കുണുക്കനും കുണിക്കൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് കളിച്ച് ഇതായല്ലേ. എന്താ പറയാ നമുക്ക് വലിയവർക്ക് നടത്തിക്കുമ്പോ ഡാൻസ് കളിക്കുന്നത് ഡാൻസ് കളിക്കുന്നുണ്ട്. നമുക്ക് ബോച്ച് തന്നത് ഏറ്റവും ഫ്രണ്ടിൽ മീൻസ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിന്റെ ഏറ്റവും ഇതിലാണ് നമുക്ക് ടിക്കറ്റ് തന്നത്. അപ്പോൾ എന്തോ ഭയങ്കര ഫീലായിരുന്നു ആ ഒരു മൊമെന്റ്. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പല കേസിലും ബോച്ച് നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണ് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോച്ചയുടെ വീഡിയോസ് അതിൽ വെക്കാട്ടാ. ഹാർലി ഡേവിഡ്സൺ ബൈക്കാണ് അന്നാ റൈഡ് പറഞ്ഞില്ലേ നമ്മളെടുത്ത് 1000 ആ ബൈക്കിന്റെ ഒരു റാലി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിന് എന്താ നറുക്കെടുപ്പിലൂടെ കിട്ടിയ ആൾക്ക് ഹാർലി ഡേവിഡ്സൺ ബൈക്കാണ് കൊടുത്തത്. അങ്ങനെ ഒരുപാട് ഫോണുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഞാന് സ്റ്റേജിന് മേലെ കയറിണ്ടായിരുന്നില്ല, ബേബിയാ കയറിയത്. ഞാന് ആ സൈഡിൽ നിൽക്കരുത്. ആ ഏരിയക്ക് കുറച്ച് തിരക്കുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ല. ഒന്നാമത്തേക്ക് തീരെ വയ്യാട്ടെങ്കിൽ നല്ല തുമ്പലും കാര്യങ്ങളും, അതുകൊണ്ട് ഞാൻ പോയില്ല. എന്നാലും എനിക്ക് ബേബിയുടെ ഐസ്ക്രീം മേടിച്ചു തന്നു. അത് ഈ വർഷം കഴിയാൻ പോവല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഐസ്ക്രീമാ. ഈ വർഷം കഴിയാണ്ട് മുന്നേ ബേബി എനിക്ക് ആദ്യം മേടിച്ച് തന്നൊരു ഐസ്ക്രീം ആയിരുന്നു അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പുതുവർഷത്തിൽ ഞാൻ വയ്യാതെ നടക്കണ്. ഓ വർഷം മൊത്തം പോയി. അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെപ്പോഴും ഹാപ്പിയായി പോസിറ്റീവ് മൈൻഡോടെ നടക്കാം. പിന്നെ ഞാൻ ഇതുവരെയ്ക്ക് ഇടാത്തൊരു മോഡൽ ഡ്രസ്സാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ഫുൾ ലുക്ക് ഞാൻ ഷോപ്പിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ഞാനൊന്നും പറയാല്ലേ, എൻ്റെ ചുരിദാർ മൊത്തം റിലയൻസിൽ നിന്ന് എടുക്കാറുണ്ട്. അതേപോലെ ഈ ടോപ്പ് ഞാൻ അവിടെ തന്നെയാണ് എടുത്തേക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇല്ലാട്ടോ ഞാൻ നല്ല ഭംഗിയുണ്ടായിരുന്നില്ല എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ഫ്രീ ആണ്, വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇങ്ങനത്തെ ടോപ്പ് കുറച്ച് കാലം നമ്മളെ ഏരിയയിലുള്ള കടകൾ ഞങ്ങൾ പോവാറുള്ള കടകൾ നോക്കാറില്ലാണ്. ഇങ്ങനത്തെ മോഡൽ ഡ്രസ്സ് എടുക്കുന്ന കടകൾക്ക് ഞാൻ വേറെ കടകൾ പോകാറുണ്ട്. അപ്പോൾ അവിടെ ഞാൻ നോക്കാറുണ്ട്. എനിക്ക് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ച മോഡൽ തന്നെ അതെനിക്ക് ഇന്ന് പോകുന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങനെ നോക്കിയോണ്ട് പറഞ്ഞത്. എനിക്ക് ഭാഗ്യത്തിന് കിട്ടിയില്ല. കുഞ്ഞിനെ ചുരിദാർ എടുക്കാൻ പോയിരുന്നു, പക്ഷെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് ഈ റിലയൻസിൽ നിന്ന് ഈ ഡ്രസ്സ് ഞാൻ എടുത്തു. അടിപൊളിയാട്ടോ. ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. മോഡൽ ഡ്രസ്സിലും അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ അവരുടെ ഡീറ്റെയിൽസും അവർ എന്താ പറയുക ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ നമ്മളെ ചാവക്കാട് വേറെ എവിടെയല്ല. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് വീഡിയോ താഴെ കൊടുക്കാം. പിന്നെന്താ ഇല്ലാട്ടാ സ്റ്റേജ് നോക്കുമ്പോ ഫുള്ള് ഞാൻ തുമ്പലായിരുന്നു. ഈ കാണാൻ ചേട്ടാ
വയ്യ, സത്യം പറഞ്ഞ എനിക്ക് വയ്യ. അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ട് ഉണ്ണിയോളം ഫുഡ് കഴിച്ചു തോന്നുന്നു, അച്ഛനും കഴിച്ചിട്ടില്ല. ഞാൻ പോയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വിശപ്പില്ല, എനിക്ക് വയ്യാത്ത തന്നെ വിശപ്പില്ല, എനിക്ക് തലവേദനയാണ്. എന്ത് കഴിച്ചിട്ട് വേഗം വീട്ടിൽ പോവാം. യെസ്, പിന്നെ ബാക്കിയുള്ള ശേഷം തന്നെയാണോ അടുത്തിട്ട് കാണാം. പിന്നെ ഞങ്ങൾ ഷോപ്പിലെത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിന്നില്ലെങ്കിൽ നല്ല പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മഞ്ഞ കൊണ്ടിടങ്ങി നന്നായി പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഒരു 11:45 ആകുമ്പോഴേക്കും ഞങ്ങൾ റിട്ടേൺ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 10 മണിയാകുമ്പോഴേക്കും ഡേഞ്ചറാണെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തി കുറച്ച് നേരം അവിടെ എല്ലാവരും കൂടി ഇരുന്ന് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. പോകാനായിട്ട് നമ്മൾ അവിടെ നിന്ന് വല്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ ആദ്യം വേണ്ട കുറച്ച് നേരം വണ്ടിയിൽ റെസ്റ്റ് എടുക്കാമെന്നായിരുന്നു, എനിക്ക് തീരെ വൈകിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഈ ന്യൂ ഇയറിന് അന്ന് ഫസ്റ്റ് എടുത്ത ഫോട്ടോ, ഞാനും ബേബിയും കാത്തുവരുള്ള ഫോട്ടോ ഞാൻ കൊടുക്കട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് എടുത്ത ഫോട്ടോ ഉണ്ട്, പക്ഷെ അത് അമ്മേരെ ഫോണിലാണ്. അത് എനിക്കിപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ 3 ഫോട്ടോ ഞാൻ കൊടുക്കാം. അപ്പോൾ അതങ്ങനെ കാത്തുൻ്റെ പെണ്ണിനൊക്കെ ഊരിയിട്ടുണ്ട്, അവളെന്തൊക്കെ കഴിച്ചിട്ട്. അപ്പം ഞങ്ങളൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ ചെറുതായിരുന്നു, അതാകെ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.